ഞങ്ങളിന്ന് പോണത് ഏട്ടൻ്റെ മൂത്ത ചേച്ചീൻ്റെ വീട്ടിലേക്കാണ്. ഒന്നുമില്ല കേട്ടോ, വെറുതെ പോവാണ്. കുറേ ആയി മക്കളെ കണ്ടിട്ട് കേട്ടോ. അപ്പം ചേച്ചീൻ്റെ മക്കളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ്. പിന്നെ ഈ വീഡിയോ ഒരു രണ്ട് ദിവസം മുന്നത്തെ വീഡിയോ ആണ്. ഇപ്പോഴാണ് അതൊന്ന് എഡിറ്റ് ചെയ്തിടാനുള്ള സമയം കിട്ടിയത് കേട്ടോ. പിന്നെ അതല്ല, വാവ അത് എടുക്കാനൊന്നും സമ്മതിക്കില്ല, എടുക്കാൻ നല്ല വഴക്കാണ്. അപ്പോൾ അത് ഏട്ടൻ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. സാധാരണ ഞങ്ങൾ ബൈക്കിനോ അല്ലെങ്കിൽ കാറിനോ ആണ് മഴയൊക്കെ ആകുമ്പോൾ പോകൽ. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റിക്ക് ഒരു ഓട്ടോറിക്ഷയിൽ പോകാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ. അപ്പോൾ അത് ചേച്ചീൻ്റെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നേരെ ചെല്ലുന്നത് വീട്ടിലേക്ക് കേട്ടോ. വീട്ടിലേക്ക് എത്തണമെങ്കിൽ തന്നെ കുറച്ച് കടന്നിട്ട് വേണം എത്താൻ. കാരണം മലേൻ്റെ മുകളിലാണ്, അവ കുറേ കയറാനുണ്ട് കേട്ടോ. അത് കയറി എത്തുമ്പോഴത്തേക്ക് തന്നെ ആള് ഒന്ന് പകുതി ശ്വാസം അവിടെ പോകും. കാരണം എനിക്കാണെങ്കിൽ ഈ ഇങ്ങനെ കയറ്റം കയറിയിട്ട് ഈ മലകൾ കുന്നുകൾ അങ്ങനെയൊന്നും കയറിയിട്ടുള്ള ശീലമില്ല. ഇവിടെ വന്ന ഏട്ടനെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഞാനിങ്ങനെ കുന്നുകൾ ഇതൊക്കെ ഇങ്ങനെ കയറാൻ തുടങ്ങിയത് കേട്ടോ. കാരണം എൻ്റെ വീടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിരന്ന പ്രദേശത്തായതുകൊണ്ട് എനിക്കങ്ങനെ കയറി ഇറങ്ങേണ്ട ഒരു ഇത് വന്നിട്ടില്ല. അപ്പോൾ അത് ഈ കയറ്റം കയറി അവിടെ എത്തുമ്പോഴത്തേക്ക് എന്നെ പകുതി ജീവൻ പോകും. അപ്പോൾ കുറേയൊക്കെ നിന്നിട്ടൊക്കെയാണ് പോകൽ, കാരണം കിതച്ചിട്ടേ. അപ്പോൾ ഈ വീട് വല്യമ്മൻ്റെ വീടാണ് കേട്ടോ. അത് ആ കാണുന്ന വീടാണ് ചേച്ചീൻ്റെ വീട്. ചേച്ചീൻ്റെ വീടിൻ്റെ ഫുള്ളും പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയും കുറേ പണികൾ കഴിയാണ്ട്. ഇപ്പം അവർ നിൽക്കുന്ന തറവാട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ മക്കളെല്ലാവരും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. വാവ മക്കളെ കണ്ടപ്പോൾ തന്നെ അവിടെ സ്റ്റെക്കായി നിന്നു കേട്ടോ. അപ്പോൾ വലിയേട്ടൻ്റെ മോനുണ്ട്, വേഗം വാവനെ വാങ്ങിയേ ആ നിൽക്കണതാണ് കേട്ടോ. ചേച്ചീൻ്റെ മൂത്ത മോളാണ് കേട്ടോ ഇപ്പോൾ വാവനെടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ആളാണ് ഈ വരുന്നത്. അങ്ങനെ രണ്ടാൾക്കും വാവന വലിയ ഇഷ്ടമാണ്. രണ്ടാൾക്കല്ല, മൂന്നാൾക്കും വാവന വലിയ ഇഷ്ടമാണ് കേട്ടോ. വാവന കിട്ടിയാൽ തന്നെ നാലാളും പിന്നെ ഒരുമിച്ച് ഉണ്ടാവുള്ളൂ. കളിക്കാനായാലും എല്ലാ പരിപാടിയും ഒരുമിച്ചാണ് കേട്ടോ. ഇതാണ് വലിയ ഏട്ടൻ്റെ മൂത്ത മോളാണ് കേട്ടോ. അവളിപ്പോൾ നൈസായിട്ട് വയനാടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം പനിക്കായപ്പോൾ അങ്ങനെ വന്നതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ നല്ല മഴ ചെയ്തിട്ട് എത്തിയപ്പോൾ തന്നെ നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ തോട്ടിലൊക്കെ പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ നിൽക്കുകയാണ്. പിന്നെ അത് ഏട്ടൻ ഇവിടെ വന്നാൽ പിന്നെ രണ്ടാളും തല പിടിച്ച് നോക്കാതുള്ള പരിപാടിയാണ് കേട്ടോ ഏട്ടനുള്ളത്. വെച്ചെടുക്കലൊന്നുമില്ല, പിന്നെ വെച്ചെടുത്താൽ തന്നെ ആയി എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഒരു ഇതാണ്. പിന്നെ അത് ഞങ്ങൾ തോട്ടിലൊക്കെ ഒന്ന് പോവാന്നുള്ള രീതിയിൽ ഇപ്പോൾ എല്ലാവരും ഇറങ്ങിനിട്ടാ. എല്ലാവരും കോട്ടും കുടയും ഒക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം കുറേ ആയി വിളിക്കുന്നത് മാമിയെ തോട്ടിക്കൊക്കെ പോവാന്നൊക്കെ പറഞ്ഞിട്ടാ. അവർ കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ പോകുന്നു. അപ്പോൾ അന്ന് വിളിച്ചപ്പോൾ പിന്നെ അന്ന് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ലേനി. അപ്പം ഇന്ന് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ പോരാന്ന് കരുതി. അപ്പം അങ്ങനെ പോയതാണ്. അപ്പം എല്ലാത്തിനും തൂത്ത് വാരിയെടുത്ത് ഞങ്ങളത് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴേക്ക് ഇറങ്ങി കുറച്ചങ്ങോട്ട് നടക്കാനുള്ളേ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തോട് എവിടെ എന്നുള്ളൊരു ചോദ്യമാണ്. തോടെന്നെ കാണാനില്ലേ, കാരണം തോടൊക്കെ മുങ്ങിപ്പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഫുൾ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ഞായറാഴ്ച വന്നവർക്ക് തന്നെ ഇപ്പോൾ തോട് എവിടാന്നുള്ളൊരു ഇത് കിട്ടണില്ല, അത്ര വെള്ളമുണ്ട്. തോടുണ്ട്, അവിടെ ഒരു പാലമുണ്ട്, ഇപ്പം അതൊന്നും കാണില്ല കേട്ടോ. കാരണം അങ്ങനെ വെള്ളം ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കും പേടിയുണ്ട്, കാരണം മക്കളെല്ലാവരും ഉണ്ടല്ലോ കൂടെ. അപ്പം ചെറുതുണ്ടല്ലോ, മോനും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതിലൊരു പേടി ഉണ്ടെങ്കിൽ പിന്നെ ഏട്ടുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങനെ നിൽക്കണത്. പിന്നെ മക്കളെല്ലാവരും പറഞ്ഞത് കേൾക്കും, അതുകൊണ്ട് പിന്നെ ആ ഒരു ധൈര്യം കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് തോടും കാണില്ല, ഒന്നും കാണില്ല. ഇതൊക്കെ കൃഷി ചെയ്യുന്ന പാടങ്ങളാണ് കേട്ടോ. ഫുൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. വാഴ, കവുങ്ങ് അങ്ങനെയുള്ള ഓരോ കൃഷികൾ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ നല്ല വെള്ളം നിറഞ്ഞു കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഓരോ മുദ്രകൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു മുദ്രയില്ല കേട്ടോ. രണ്ടാളും പിന്നെ അങ്ങനെ ഒരേപോലെയാണ്. അപ്പോൾ ഞങ്ങളിത് പറയാണ്, ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഒരു കുളിക്കാൻ അന്ന് കഴിഞ്ഞ ഞായറാഴ്ച
വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ മുങ്ങിയിട്ട് നന്നായിട്ട് മുങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു പാലമുണ്ട്. അപ്പം അതൊന്നും ഇപ്പോൾ കാണില്ല എന്നാണ് പറയുന്നത് കേട്ടോ. എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതവിടെ ഒരു ജാതിക്കമരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. പറിക്കണോ വേണ്ടെന്നുള്ള രീതിയിലാണ് മക്കൾ നിൽക്കണം. എന്നോട് മാമി പറിക്കണമെന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പം ഞാൻ വേണ്ട തന്നെ. അപ്പോൾ ഇതൊക്കെ പാടാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല വെള്ളം നിറഞ്ഞിട്ടുണ്ട്. നല്ല ഒഴുക്കാണ്. തോടൊക്കെ നല്ല നിറഞ്ഞു കഴിഞ്ഞ് ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാവ കളിച്ച് ടൗസറിലൊക്കെ ചളിയൊക്കെ ആക്കിയപ്പോൾ ഞാനിത് അവിടെ ഇട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും തോട് ഒഴുകുന്നത് കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിൽക്കുകയാണ്. അതിൻ്റെ അടുത്തൊന്നും പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം നല്ല ഒഴുക്കാണ്. അത്രയും ഒഴുക്കുണ്ട്. നല്ല നമുക്ക് കണ്ടാൽ തന്നെ പേടിയാവും. ശരിക്കും ഈ ഒഴുക്കിലൊന്നും പോകരുതിട്ട് ആരും എവിടെയും. കാരണം അത്രയും ഒഴുക്കാണ്. പിന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ പോയ പോക്കായതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ വെള്ളം നിറഞ്ഞ് ഒഴുകും ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങളിതൊക്കെ കാണുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.